കോട്ടയം കുമരകത്ത് നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ കമ്പി മോഷ്ടിച്ച കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായി. 630 കിലോ കമ്പിയാണ് പല ദിവസങ്ങളിലായി മോഷ്ടിച്ചത്. കോൺഗ്രസ് പ്രവർത്തകൻ മരകം സ്വദേശി ബിനോയ് വിശ്വനാഥനാണ് പോലീസിന്റെ പിടിയിലായത്. ഒരു വശത്ത് സമരവും മറുവശത്ത് മോഷണവും എന്നതാണ് ഇവിടുത്തെ രീതി. കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ഒരാളാണ് ഈ കമ്പി മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. കുമരകത്തെ കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ബിനോയ് വിശ്വനാഥനെയാണ് ഇപ്പോൾ കുമരകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കോണത്താറ്റ് പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം മുതൽ തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കാൻ അല്ലെങ്കിൽ മന്ദഗതിയിൽ പോകുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ആദ്യഘട്ടം മുതൽ ഈ പാലത്തിന്റെ നിർമ്മാണം വൈകിപ്പിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം പാർട്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇതിനിടയിലാണ് കമ്പി മോഷണം പതിവായി നടന്നുകൊണ്ടിരുന്നത്. 630 കിലോ കമ്പിയാണ് പല ദിവസങ്ങളിലായി മോഷണം പോയത്. ഈ മോഷണം പോയതിൻ്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ബിനോയ് വിശ്വനാഥനാണ് ഈ കമ്പി മോഷ്ടിക്കുന്നത് എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ കോട്ടയത്തു നിന്നും കുമരകത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയിലെ ഒരു പ്രധാനപ്പെട്ട പാലമാണ് കോണത്താറ്റ് പാലം. ഇവരുടെ നാട്ടക സുരേഷിന്റെ നേതൃത്വത്തിൽ ഈ പാലത്തിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഈ കമ്പി മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായത് എന്നതാണ് ഈ വാർത്തയെ ഗൗരവം നൽകുന്നത്.